ബി.ജെ.പിക്ക് മേൽക്കൈ വന്ന കേരളം തകരുന്നത്രേ മുഖ്യമന്ത്രി പറയണത്. എന്താ വെച്ചാൽ അമിത്ഷാ ഇപ്പോൾ ഒരു കോൺക്ലേവിൽ പങ്കെടുത്തില്ല, അത് മുന്നറിയിപ്പ് അത്രേ. 25% വോട്ട് നേടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 25% വോട്ടുകൾ നേടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് പുള്ളിക്കാരത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കേരളം തകരില്ല സാർ. കേരളത്തിന് താങ്കളെപ്പോലൊരു കപ്പിത്താനെ കിട്ടിയത് കേരളത്തിൻ്റെ ഭാഗ്യമായിരുന്നു. ഇനി വരുന്ന കാലങ്ങളിലും താങ്കൾ തന്നെയായിരിക്കണം കപ്പിത്താൻ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൽ ജീവിക്കുന്നതുകൊണ്ടും അവരുടെ വിധി അതായതുകൊണ്ടും ഒരിക്കലും കേരളം തകരാൻ പോകുന്നില്ല. കാരണം അന്താരാഷ്ട്ര നിലവാരത്തിൻ്റെ പടിവാതിലിൽ നിന്നും ഉള്ളിലോട്ട് പോയി അതിൽ നിന്ന് വീണ്ടും വീണ്ടും കുതിച്ച് മുകളിലോട്ട് പോകുന്ന എല്ലാ വിധത്തിലുള്ള മേഖലകൾ, ആരോഗ്യ മേഖല ആയിക്കോട്ടെ, സാമ്പത്തിക മേഖല ആയിക്കോട്ടെ, വ്യാവസായിക മേഖല ആയിക്കോട്ടെ, കാർഷിക മേഖല ആയിക്കോട്ടെ, തൊഴിൽ മേഖല ആയിക്കോട്ടെ, അതേപോലെ തന്നെ മധ്യമേഖല ആയിക്കോട്ടെ, ഇനി ഏത് മേഖലയിലാണ് റെക്കോർഡ് ബോണസാണ് ബെവ്കോലെ ജീവനക്കാർക്ക് കിട്ടുന്നത് സാർ. താങ്കൾ മൂലം, കേരളത്തിലെ സർക്കാർ മൂലം ബെവ്കോലെ ജീവനക്കാർക്ക് റെക്കോർഡ് ഓണം ബോണസാണ് അനൗൺസ് ചെയ്യപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഉപകരണങ്ങൾ കുന്നുകൂടുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ളതിൽ കൂടുതൽ ഉപകരണങ്ങൾ വന്നതുകൊണ്ട് രോഗികൾക്ക് ഉപകരണങ്ങൾ ഒരാൾക്ക് 2-3 ഉപകരണങ്ങൾ വെച്ചിട്ടാണ് അവർ അത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആശാ വർക്കർമാരുടെ കാര്യം, അതേപോലെ തന്നെ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമേ അല്ല. നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഹോട്ടലുകളാണ്, ജങ്ക് ഫുഡ് കൊണ്ട് മയമാണ്. അത് തന്നെ നമുക്ക് ഹോട്ടൽ കച്ചവടം മാത്രം മതി. ടൂറിസം ഉണ്ട് നമ്മുടെ കയ്യിൽ, ടൂറിസം കൊണ്ട് നമ്മൾ അങ്ങനെ ആടി ഉലയുന്ന പാലങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളപ്പോൾ കേരളം എങ്ങനെ തകരും സാർ? കേരളം ഒരിക്കലും തകരാൻ പോകുന്നില്ല സാർ. അത്ര നല്ല അടിത്തറയോടെയാണ് 10 വർഷം ഇപ്പോൾ പിന്നിടുമ്പോഴും ആ ഒരു അടിത്തറ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത് വീണ്ടും തെളിയിക്കുകയാണ് സാർ. അപ്പോൾ കേരളം ഒരിക്കലും തകരുമെന്ന് മാത്രം അങ്ങ് പറയരുത്. അന്താരാഷ്ട്ര നിലവാരത്തിലാണ് കേരളം നിൽക്കുന്നത്. ആ അന്താരാഷ്ട്ര നിലവാരം എന്ന് പറയുന്നത് പുറത്തു പോയി UK-യിലും US-ലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഗൾഫിലൊക്കെ പണിയെടുക്കുന്ന അന്താരാഷ്ട്രമായ കേരളത്തിലെ താമസിക്കുന്ന തൊഴിലാളികൾ, പ്രവാസികളായ തൊഴിലാളികൾ അയച്ചു തരുന്ന പൈസ, അതേപോലെ തന്നെ കേന്ദ്രം വെറുതെ തരുന്ന പൈസ, ഈ പൈസകളൊക്കെ കൂട്ടി ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എല്ലാം കൂടെ ഒരു സമചേരുവ ചേർത്ത് താങ്കൾ ഈ 10 കൊല്ലം കൊണ്ട് വൻ അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. ആ അടിത്തറയുടെ മുകളിലാണ് സാർ ഇനി കേരളം പോകാൻ പോകുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൻ്റെ പടിത്തട്ടിലെത്തിയിട്ട് അങ്ങ് കേരളം തകരുമെന്ന് മാത്രം പറയരുത് സാർ. ഞങ്ങളുടെ കേരളത്തിൻ്റെ കപ്പിത്താൻ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കില്ല സാർ എന്ന് ഞാൻ വളരെയധികം മനസ്സ് തൊട്ട് പറയുകയാണ് സാർ. അങ്ങനെ പറയരുത് സാർ. BJP അല്ല ആര് വന്നാലും താങ്കൾ ഈ 10 വർഷം കൊണ്ട് പടുത്തുയർത്തിയ കേരളത്തെ തകർക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് സാർ. ഇതിലും വലിയ തകർച്ചയിലേക്ക് ഇനി തള്ളിയിടാൻ പറ്റുകയില്ല സാർ എന്നുകൂടി താങ്കൾ മനസ്സിലാക്കണം സാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സാർ. നന്ദി, നമസ്കാരം.